ഇവിടെ എന്തുണ്ടായാലും നമുക്ക് കാര്യമില്ല. എല്ലാവരും ഉണ്ണുന്നു, ഉറങ്ങുന്നു, മരുന്ന് വാങ്ങുന്നു, ആഡംബരം, അവസാന വിശ്രമം അവിടെയാണ്. എൻ്റെ സമ്പാദ്യം എനിക്ക് അവിടെയാണ് വേണ്ടത്, ഭൂമിയിൽ എനിക്ക് സമ്പാദ്യം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ മക്കളോട് 1 മണിക്കൂർ ഞാൻ വചനം പറയും. എന്തെങ്കിലും പറയാൻ വരുമ്പോൾ മമ്മി വയ്ക്കുമെന്ന് പറയുന്ന കുട്ടികൾ കണ്ണ് സൗഖ്യപ്പെട്ടതോടുകൂടി എൻ്റെ ഇളയ മകൻ ഇന്നലെ 1.5 മണിക്കൂർ സമയം ഞാൻ വചനം പറയുന്നത് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു, മകൻ എൻ്റെ കൂടെ വരുമ്പോൾ കൃപാസനത്തിൽ വരണം, അമ്മയുടെ അടുത്ത് വരണം, നന്ദി പറയണം, ഒരു നേരമെങ്കിലും ഇല്ലാത്തവർക്ക് 10 രൂപ അറിഞ്ഞു കൊടുക്കണം. എൻ്റെ മക്കൾ എനിക്കൊരു കൃപ കിട്ടി. 500 രൂപയുടെ ആവശ്യമാണെങ്കിൽ ഒരു 100 രൂപയിൽ ഒതുക്കാമോ എന്ന് നോക്കും. ഞാൻ ദൈവവിശ്വാസം ഉള്ള ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളികളിൽ പോവുകയും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസം ഇല്ലാതെ നടന്നുകൊണ്ട് നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ല എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാതിരുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരാഗ്രഹം, എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ, അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി ഒരു 2 വർഷമായിട്ടും കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല. ആങ്ങളേക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം നടക്കുന്നില്ല. അവന് നല്ല ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാന, എനിക്കിപ്പോൾ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞു പോയ വർഷങ്ങളെ ഓർത്താണ് എനിക്ക് സങ്കടം. ദൈവത്തെ അറിയാതെ ജീവിച്ച വർഷങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. കാരണം ഈ നഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്, ദൈവത്തെ അറിയാൻ പറ്റിയത്. ഞാൻ ഇന്ന് ചിന്തിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ചെറിയ കാലഘട്ടം. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആര് വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലർ വഴി കേട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ്. ഞാനിവിടെ ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ചാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ, ഇവിടെയുള്ള പലരും എന്നെ കണ്ടിട്ടുണ്ടാവും, സീരിയൽ വഴി കണ്ടിട്ടുണ്ടാവും, പലരും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ആ സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം, വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പം എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കിയില്ല, വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കിയില്ല. വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റാണ്, 2 o'clock വരെ പോകുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു.